തൈപ്പൂയം. ഈ വർഷത്തെ തൈപ്പൂയം ആഘോഷിക്കുന്നത് 1200 മകരമാസം 29. 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ്. തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെയും മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെയും പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ശിവസുതനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് ഇന്നും പലരുടെയും അബദ്ധധാരണ. താരകാസുര നിഗ്രഹത്തിനു ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം. താരകാസുര നിഗ്രഹത്തിനായി ദേവന്മാർ പരമശിവനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ശിവപാർവതി പുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ചു. അഗ്നിയിൽ ആണ്ടുപോയ ശിവരേതസിൽ നിന്നാണ് സപ്തജനമെന്നാണ് മഹാഭാരതം വനപർവ്വത്തിൽ പറയുന്നത്. ശ്രീപരമേശ്വരൻ ഉമാദേവിയോട് പറഞ്ഞു, 5 മുഖങ്ങളോടെ പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കുന്ന സദാശിവനാണ് ഞാൻ. ഒരു മുഖവും പല രൂപങ്ങളുമുള്ള പരാശക്തിയാണ് ദേവി. നമ്മുടെ 6 മുഖങ്ങൾ ഷൺമുഖനിൽ വിളങ്ങുന്നു. നമ്മൾ ഒന്നാകുമ്പോൾ മുരുകനാകുന്നു. 6 കൂടിച്ചേർന്നൊരു രൂപാരാധനയായിട്ടാണ് 6 മുഖമുള്ള മുരുകൻ സംജാതമായത്. ശ്രീ എന്നാൽ ഐശ്വര്യം, മോ എന്നാൽ മുകുന്ദൻ വിഷ്ണു, രു എന്നാൽ രുദ്രൻ ശിവൻ, ക എന്നാൽ കമലോദ്ഭവൻ ബ്രഹ്മാവ്. ത്രിമൂർത്തികൾ ഒന്നുചേർന്ന ദേവൻ എന്നാണ് ശ്രീമുരുകൻ എന്ന നാമത്തിന്റെ അർത്ഥം. ശ്രീപരമേശ്വരന്റെ പുത്രനായതുകൊണ്ട് മുരുകൻ പിള്ളയാരാണെന്നും അതുകൊണ്ട് കുമാരനാണെന്നും സംഘം കൃതികളിൽ പറയുന്നു. എല്ലാ വിജയങ്ങളും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വേലനെന്നും മുരുകനെ വാഴ്ത്തുന്നു. 6 ശിരസ്സുകൾ ഉള്ളതുകൊണ്ട് ഷൺമുഖനും 6മുഖനുമാണ്. കൊടിക്കൂറയിൽ പൂവൻ കോഴി അടയാളമായതുകൊണ്ട് ശേവൽക്കൊടിയനെന്നും വിരിഞ്ഞ മാറിടങ്ങളോടു കൂടിയവനായതിനാൽ കാന്തനെന്നും. മലമ്പ്രദേശങ്ങളിലെ ഗുഹകളിൽ വസിക്കുന്നതുകൊണ്ട് ഗുഹൻ എന്നും മുരുകൻ പേരുണ്ട്. ശരവണ പൊയ്കയിൽ നിന്നുദ്ഭവിച്ചതുകൊണ്ട് ശരവണഭവനെന്നും പറയുന്നു. സ്വന്തം പിതാവായ ശ്രീപരമേശ്വരൻ പ്രണവത്തിന്റെ സാരം ഉപദേശിച്ചതുകൊണ്ട് ഗുരുവും സ്വാമിനാഥനുമാണ്. വേദങ്ങൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ സുബ്രഹ്മണ്യനെന്നും ഗംഗയുടെ പുത്രനായതുകൊണ്ട് ഗംഗേയനെന്നും മുരുകനെ വിളിക്കുന്നു. കൃത്തികൾ വളർത്തിയതുകൊണ്ട് കാർത്തികേയനും. സുന്ദരനായതിനാൽ മുരുകനും കരങ്ങളിൽ വേലും തണ്ടും ഏന്തിയതുകൊണ്ട് വേലായുധനും തണ്ടപാണിയുമാണ്. വേദങ്ങളിൽ അഗ്നിപുഷ്പം എന്നാണ് സുബ്രഹ്മണ്യനെ പ്രകീർത്തിക്കുന്നത്. വേദങ്ങൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ വേദാംഗങ്ങൾ പഠിക്കുവാനാഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിജ്ഞാനരൂപനായ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നു. ഓങ്കാരപ്പൊരുളിന്റെ രഹസ്യം ദേവന്മാർക്ക് വെളിപ്പെടുത്തിയ ജ്ഞാനഗുരുവും ഒപ്പം ദേവസൈന്യാധിപനുമാണ്. ജ്യോതിഷത്തിലെ ഉപജ്ഞാതാവായ സുബ്രഹ്മണ്യൻ തന്റെ പിതാവായ പരമശിവന് ഭിക്ഷയാചിക്കുവാനുള്ള യോഗത്തെ മുൻകൂട്ടി പ്രവചിക്കുകയും ഭഗവാൻ നിർമ്മിച്ചു എന്നു കരുതുന്ന സ്കന്ധഹോരയുമാണ് ജ്യോതിഷത്തിന്റെ മൂലഗ്രന്ഥവും. സുബ്രഹ്മണ്യ ജാതകം രാശി പലകയിൽ വരച്ചുവെച്ച് അതിൽ തൊട്ട് രാശിയെ എടുക്കുന്നത് ഉത്തമമായാണ് ജ്യോതിഷികൾ കണക്കാക്കുന്നത്. നവഗ്രഹനാഥനായും കാവടിച്ചിന്തിന്റെ ദേവനായും ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവനായും സുബ്രഹ്മണ്യനെ വിശ്വസിച്ചു പോരുന്നു. സ്കന്ദലീലകൾ പ്രതിപാദിക്കുന്ന 7 ഖണ്ഡങ്ങളിലായി 81,100 ശ്ലോകങ്ങൾ അടങ്ങിയ സ്കന്ദപുരാണമാണ് പുരാണങ്ങളിൽ വെച്ച് വലുപ്പം കൂടിയത്. സ്കന്ദഷഷ്ഠി, തൈപ്പൂയം, വൃശ്ചികത്തിലെ തൃക്കാർത്തിക, വൈശാഖത്തിലെ വിശാഖം, കപിലഷഷ്ഠി, കർക്കടത്തിലെ കാർത്തിക, ചൊവ്വാഴ്ച എന്നിവയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന വിശേഷ ദിവസങ്ങൾ. തുലാമാസത്തിലെ സ്കന്ദഷ്ഠി ദിവസമാണ് ശൂരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു. ശൂരസംഹാരത്തിനായി മാതാവ് പരാശക്തി കൊടുത്തതാണ് സുബ്രഹ്മണ്യന്റെ ആയുധമായ വേൽ എന്നാണ് സങ്കല്പം. വള്ളി ദേവിയെ ഇച്ഛാശക്തിയായും ദേവയാനിയെ ക്രിയാശക്തിയായും വേലിനെ ജ്ഞാനശക്തിയായും കാണുന്നു. മറ്റൊരു വിശേഷ ദിവസമായ വൃശ്ചികത്തിലെ തൃക്കാർത്തികയിലാണ് 6 ദിവസം കഠിന തപസ്സനുഷ്ഠിച്ച സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ നിഗ്രഹിക്കുന്നത്. താരകാസുര നിഗ്രഹത്തിനു ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം. ഹിഡുംബൻ മലകൾ ചുമന്നു പഴനിയിൽ കൊണ്ടു ചെന്നുവെച്ചതും ഹിഡുംബ വരം നൽകി മലയുടെ മധ്യഭാഗത്ത് ഇരിക്കുവാൻ ഇടം നൽകിയതും തൈപ്പൂയ ദിനത്തിലാണ്. പഞ്ചാമൃതം, പാൽ, നെയ്യ്, നാളികേരം എന്നിവയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന നിവേദ്യങ്ങൾ. അരളിപ്പൂക്കൾ, മഞ്ഞച്ചെമ്പകം, മഞ്ഞമന്ദാരം, മഞ്ഞച്ചെത്തിപ്പൂക്കൾ എന്നിവ മുരുകന് വിശേഷപ്പെട്ട പൂജാപുഷ്പങ്ങളാണ്. തിലകം, ഭസ്മവും ചന്ദനവും വ്രതം ഷഷ്ഠിവ്രതവും കാർത്തികവ്രതവുമാണ്. പായസം, കാവടിയാട്ടം, തലമുണ്ടനം തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്. തലമുണ്ടനം ചെയ്യുന്ന വഴിപാടിലൂടെ തന്റെ സൗന്ദര്യവും അഹന്തയും ദേവന് സമർപ്പിച്ചു വിനയാൻവിതനായി തീരുക എന്നാണ് സങ്കല്പം. ചൊവ്വാദശി അനുഭവിക്കുന്നവരും
അഷ്ടമത്തിൽ കുജൻ ഉള്ളവരും കന്നി, മിഥുനം, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നക്കാരും സുബ്രഹ്മണ്യ ഉപാസന നടത്തണം. ജഗദ്ഗുരു ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും അരുണഗിരിനാഥനും മുത്തുസ്വാമി ദീക്ഷിതരും ഔവ്വയാറുമെല്ലാം സ്കന്ധാപദാനങ്ങൾ പാടിപ്പാടി ജന്മസാഫല്യം നേടിയവരാണ്. മുരുകന്റെ ആറുപടൈ വീടുകൾ. ആയുധവിദ്യയിൽ നിപുണനായിരുന്ന കുമാരന് 6 സേനാ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ സേനകളെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ സുബ്രഹ്മണ്യന്റെ പ്രശസ്തമായ 6 ക്ഷേത്രങ്ങളായി മാറി. ആ ക്ഷേത്രങ്ങളാണ് ആറുപടൈ വീട് എന്നറിയപ്പെടുന്നത്. ശൂരപത്മനുമായി നടന്ന യുദ്ധകാലത്ത് യോഗനിഷ്ഠയ്ക്കും ധ്യാനത്തിനുമായി മുരുകൻ വസിച്ച സ്ഥലങ്ങളാണ് ആറുപടൈ വീടുകൾ എന്നും പറയപ്പെടുന്നു. ഒന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുപ്രകുണ്ഡ്രം ഷഡ്ചക്രങ്ങളിൽ മൂലാധാരചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ശൂരപത്മാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരുടെ ദുഃഖങ്ങൾ അകറ്റിയ സ്കന്ദദേവന് ദേവേന്ദ്രൻ തന്റെ പുത്രിയായ ദേവയാനിയെ വിവാഹം ചെയ്തു കൊടുത്തത് തിരുപ്രകുണ്ഡ്രത്തിൽ വെച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം. രണ്ടാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുച്ചെന്തൂർ ഷഡ്ചക്രങ്ങളിൽ സ്വാധിഷ്ഠാന ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ശൂരപത്മാസുരനെയും സിംഹശൂരനെയും സംഹരിച്ച സ്ഥലമാണിവിടം. ശൂരപത്മാസുരന്റെ കാരാഗൃഹത്തിൽ നിന്നും മോചിതരായ ദേവന്മാർ നന്ദി പുരസ്കരം ആരാധിച്ച സ്ഥാനവും കൂടിയാണിത്. രോഗബാധയാൽ അവശത അനുഭവിച്ച ശങ്കരാചാര്യർ തിരുച്ചെന്തൂരിലെത്തി മുരുകനെ ഭജിച്ച് രോഗശമനം വരുത്തി സുബ്രഹ്മണ്യ ഭുജംഗസ്തോത്രം രചിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം ഷഡ്ചക്രങ്ങളിൽ മണിപൂരക ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. പഴനിയിൽ മുരുകൻ ദണ്ഡായുധപാണിയായി ആണ്ടിക്കോലത്തിൽ ദർശനമരുളുന്നു. ധ്യാനപഴം കിട്ടാത്ത ദേഷ്യത്തിൽ മാതാപിതാക്കളായ ശിവപാർവതിമാരോട് കോപിച്ച് മുരുകൻ ആണ്ടിക്കോലത്തിൽ വന്ന് ഇരുന്ന സ്ഥലമാണ് തിരു ആവിനാങ്കുടി എന്ന ഇന്നത്തെ പഴനി. പരമഭക്തന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴം നീയാണ് എന്ന് ഉമാപരമേശ്വരന്മാർ പറഞ്ഞതിനാലാണ് ഈ സ്ഥലത്തിന് പഴം നീ എന്ന അർത്ഥത്തിൽ പഴനി എന്ന പേർ വന്നത്. ആറുപടൈ വീടുകളിൽ നാലാമത്തേതായി അറിയപ്പെടുന്ന സ്വാമിമല ഷഡ്ചക്രങ്ങളിൽ അനാഹത ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ശ്രീപരമേശ്വരന് മുരുകൻ പ്രണവമന്ത്രാർത്ഥം ഓതിക്കൊടുക്കുന്ന സങ്കല്പമാണ് സ്വാമി മലയിലുള്ളത്. സ്വാമിയായ മഹാദേവന് സുബ്രഹ്മണ്യൻ ഗുരുവായി വിളങ്ങി ഉപദേശം നൽകിയതുകൊണ്ട് സ്വാമിമല എന്ന പേരിലും ഗുരുമല എന്ന നാമധേയത്തിലും അറിയപ്പെടുന്നു. അരുണഗിരിനാഥ സ്വാമികൾക്ക് ശ്രീമുരുകൻ ദർശനം കൊടുത്ത ഇടം സ്വാമിമലയാണ്. ആറുപടൈ വീടുകളിൽ അഞ്ചാമത്തേത് ആയി അറിയപ്പെടുന്ന തിരുത്തണിമല ഷഡ്ചക്രങ്ങളിൽ വിശുദ്ധി ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഭഗവാൻ വള്ളിയെ വിവാഹം കഴിച്ച സ്ഥലമെന്നാണ് വിശ്വാസം. ശൂരപത്മാതിരാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത സുബ്രഹ്മണ്യൻ തന്റെ കോപം ശമിപ്പിച്ച് ശാന്തനായി കുടികൊണ്ട സ്ഥലമാണ് തിരുത്തണിമല. ഇവിടത്തെ ഉത്സവാഘോഷങ്ങളിൽ ശൂരസംഹാരം ഉൾപ്പെടുത്താറില്ല. യന്ത്രപൂജയോടെ വൈദിക മുറയിലാണ് പൂജകൾ അർപ്പിച്ചുവരുന്നത്. തിരുത്തണി മുരുകന്റെ അനുഗ്രഹത്തോടെയാണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അത്ഭുതകരമായ കീർത്തനങ്ങൾ രചിക്കുവാനും ആലപിക്കുവാനും സാധിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആറാമത്തെ പടവീടായി അറിയപ്പെടുന്നത് പഴമുതിർച്ചോലയാണ്. ഷഡ്ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ മുരുകന്റെ അനുഗ്രഹസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. പ്രസിദ്ധ ഭക്തകവിയത്രി ഔവ്വയാർക്ക് മുരുകൻ ദിവ്യരൂപദർശനം കൊടുക്കുകയും ഔവ്വയാർ മുഖാന്തിരം മഹത് തത്വങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മറ്റ് 5 ക്ഷേത്രങ്ങൾ ദർശിച്ച ശേഷം ഇവിടം ദർശിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണ അനുഗ്രഹം ഭക്തൻ പ്രാപ്തമാകുന്നത്. ഇത്രയും പറയുമ്പോൾ പഴനിയുടെ വിഗ്രഹത്തെ കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. പഴനിയിലെ നവപാഷാണ വിഗ്രഹം. പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ഇന്ന് നാം കാണുന്ന ഭഗവാന്റെ നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഭോഗരാണ്. ദക്ഷിണദേശത്തെ 18 സിദ്ധന്മാരിൽ ഒരാളായ ഭോഗർ ജ്യോതിഷത്തിലും സിദ്ധവൈദ്യത്തിലും ആചാര്യനായിരുന്നു. ഒരു ചികിത്സാ സമ്പ്രദായമായ സിദ്ധവൈദ്യത്തിൽ യോഗവിദ്യയും നിഗൂഢ മന്ത്രസിദ്ധികളും അടങ്ങിയിരിക്കുന്നു. നവപാഷാണങ്ങൾ എന്നത് 9 കൊടും വിഷമുള്ള ഔഷധവസ്തുക്കളാണ്. ആകെയുള്ള 64 പാഷാണങ്ങളിൽ 9 എണ്ണം തിരഞ്ഞെടുത്ത് അവയാൽ നിർമ്മിക്കുന്നതാണ് നവപാഷാണ വിഗ്രഹം. നവപാഷാണത്തിനു വേണ്ടി മൂലികാ ഔഷധങ്ങൾ തിരഞ്ഞെടുത്ത് 473 തരം മൂലികാച്ചാർ ചേർത്ത് വേണം നവപാഷാണ വിഗ്രഹം നിർമ്മിക്കാൻ. ഇതിനെ മാത്രയോടും ചിട്ടയോടും കൂടി ഉപയോഗിച്ചാൽ അത് മികച്ച ഔഷധമാകുന്നു. അതുകൊണ്ടാണ് പുരാതനകാലത്ത് സിദ്ധന്മാർ നവപാഷാണം കൊണ്ട് ദൈവവിഗ്രഹം ഉണ്ടാക്കി അഭിഷേകവും ആരാധനയും ചെയ്തിരുന്നത്. അഭിഷേകം ചെയ്യുന്ന വേളയിൽ നവപാഷാണ സ്പർശനമേൽക്കുമ്പോൾ അഭിഷേകം ചെയ്ത പ്രസാദത്തിന് ഔഷധഗുണമേറുന്നു. ഈ 9 പാഷാണങ്ങൾക്കുമുള്ള ഔഷധഗുണങ്ങൾ ഓരോന്നാണ്. ലിംഗപാഷാണം ഹൃദയത്തിന് ബലവും ശക്തിയും നൽകുന്നു. കുതിരപാഷാണം തളർന്ന ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു.
കാർമുകിൽ പാഷാണം തലച്ചോറിലെ നീര് എടുക്കുന്നു. രസസിന്ദൂരം ചർമ്മ സംബന്ധിയായ വ്യാധികളെ അകറ്റുന്നു. വെള്ളപാഷാണം ധാതുക്കളുടെ കുറവിനെ പരിഹരിക്കുന്നു. രക്തപാഷാണം നേത്രത്തിന്റെ ന്യൂനതകളെ പരിഹരിക്കുന്നു. കമ്പിനവരസം ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ദുഷിച്ച നീരിനെ പുറത്തേക്ക് കളയുന്നു. ഗൗരീപാഷാണം പൊതുവായ ഔഷധഗുണങ്ങൾ അടങ്ങിയത്. സീതാപാഷാണം എല്ലാ പാഷാണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു. എന്നിവയാണ് നവപാഷാണം എന്ന പേരിലറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ലോകത്തെ ഏക നവപാഷാണശില പഴനി മുരുകന്റേതു മാത്രമാണ്. മാത്രമല്ല ഈ ശിലയിൽ നിന്നും താപരശ്മികൾ പുറത്തേക്ക് ഗമിക്കുന്നതിനാൽ ക്ഷേത്ര നട അടയ്ക്കുന്നതിനു മുമ്പായി നിത്യവും ഈ ശില ചന്ദനം കൊണ്ട് മൂടിവയ്ക്കുന്നു. മുരുകനും 6 എന്ന സംഖ്യയും 6 മുഖങ്ങൾ 6 പടൈ വീടുകൾ ശരവണഭവ എന്ന ഷടാക്ഷര മന്ത്രം ഷഡ്കോൺ ചക്രം ഷഷ്ടി 6-ാമത്തെ തിഥി വേദങ്ങളിൽ 6-ാമത്തേതായ ജ്യോതിഷത്തിന്റെ ഉപജ്ഞാതാവ് ശൂരപത്മാസുരനുമായുള്ള 6 ദിവസത്തെ യുദ്ധം ക്ഷേത്ര പ്രദക്ഷിണ സംഖ്യ 6 തുടങ്ങിയവ മുരുകന്റെ സവിശേഷതകളാണ്. പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ: ഹരിപ്പാട്, പയ്യന്നൂർ, പെരുന്ന, പെരളശ്ശേരി, ഉദയനാപുരം, കിടങ്ങൂർ, ഇടപ്പഴനി, പെരിശ്ശേരി, ചെറിയനാട്, ഉള്ളൂർ, എടക്കാട്, കല്ലാര്, ഉമേനല്ലൂർ, കുന്നുംപാർ തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ. ഹരിപ്പാട്ടാർടി ഉയരമുള്ള 4 കൈയുള്ള ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ. ഇത്രയും വലിപ്പവും ചൈതന്യവുമുള്ള സുബ്രഹ്മണ്യ വിഗ്രഹം അപൂർവമാണ്. തുലാപായസമാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉരിയരി പായസവും പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തണ്ണീരമൃതുമാണ് പ്രധാന വഴിപാട്. പാലക്കാട് ജില്ലയിലെ കൊടുമ്പിൽ വള്ളി സമേതനായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ചൊവ്വാദോഷ പരിഹാരത്തിനും മാംഗല്യസിദ്ധിക്കും ഇവിടെ വഴിപാട് നടത്തുന്നു. ശ്രീലങ്ക, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മൗറീഷ്യസ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണാം. തമിഴ്നാട്ടിൽ ഏതാണ്ട് എല്ലാ ഗ്രാമത്തിലും മുരുക ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിൽ സുബ്രഹ്മണ്യസ്വാം, പഴമുതിർ ചോലൈ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവ പ്രസിദ്ധമാണ്. സുബ്രഹ്മണ്യന്റെ പത്നി വള്ളി ശ്രീലങ്കയിലെ കതിർ ഗ്രാമക്കാരിയാണെന്നാണ് വിശ്വാസം. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതവും സന്തോഷകരവുമായ ഒരു തൈപ്പൂയം ആശംസിക്കുന്നു. If you enjoyed this video, don't forget to support us by subscribing to liking the video and sharing it with your friends. Have a good day.